കേരളത്തെ മാലിന്യമുക്തമാക്കാൻ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കണക്കെടുപ്പ് അനിവാര്യമെന്ന മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യ സംസ്കരണ ഉപാധികളും അവയുടെ അവസ്ഥാ പഠനവും നടത്തുന്നതിന്റെ കണക്കെടുപ്പിന് തുടക്കമായി. മന്ത്രി എം പി രാജേഷിന്റെ കുടുംബ കാടാങ്കോട്ടെ വീട്ടിലെത്തിയ ഹരിതകർമ്മസേന പ്രവർത്തകർ മന്ത്രിയിൽ നിന്നും മന്ത്രിയുടെ കുടുംബത്തിൽ നിന്നും വിവരശേഖരണം നടത്തിയതോടെ സർവേയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് തുടക്കമായി. വീട്ടിലുള്ള ജൈവമാലിന്യ സംസ്കരണ ഉപാധികളെക്കുറിച്ച് ഹരിതസേന പ്രവർത്തകർ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറിയ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതായി പറഞ്ഞു. മാർച്ച് 30 ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രഖ്യാപനം നടക്കും. അതുകൊണ്ടുതന്നെ അടുത്ത 3 മാസം ഈ ക്യാമ്പയിന്റെ ഏറ്റവും നിർണായക ഘട്ടമാണ്. ഈ ക്യാമ്പയിൻ കാലയളവിൽ ഏറ്റവും പ്രധാന പുരോഗതി വാതിൽപ്പടി അജൈവ പാഴ്വസ്തു ശേഖരണത്തിലുണ്ടായ കുതിച്ചുചാട്ടമാണ്. ഹരിതകർമ്മസേന വഴിയുള്ള വാതിൽപ്പടി മാലിന്യ ശേഖരണം 47% നിന്ന് 88% ഉയർന്നു. യൂസർ ഫീ കളക്ഷൻ 30% നിന്ന് 70% വർദ്ധിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ ഹരിതമിത്രം ഗാർബേജ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 6.5 ലക്ഷത്തിൽ നിന്ന് 88 ലക്ഷമായി ഉയർന്നു. ഈ ഘട്ടത്തിൽ അജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ കണക്കെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗാർഹികമായ ജൈവമാലിന്യ ഉപാധികളുണ്ട്, സ്ഥാപന തലത്തിലുള്ള ഉപാധികളുണ്ട്, കമ്മ്യൂണിറ്റി തലത്തിലുള്ള ഉപാധികളുണ്ട്, തുമ്പൂർ മൊഴികൾ പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലാകെ ഈ ജൈവമാലിന്യ ഉപാധികൾ സംബന്ധിച്ച സമഗ്രമായ വിവരശേഖരണമാണ് ഈ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെ അനിവാര്യമാണ്. ഇനി അതിൽ കുറവുണ്ടോ, ഇനി ആവശ്യമുണ്ടോ എന്നുകൂടി പരിശോധിച്ച് അക്കാര്യം കൂടി ആ ഗ്യാപ്പ് കൂടി പരിഹരിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സർവേ നടത്തുന്നത്. ഇപ്പോൾ വൻകിട പ്ലാന്റുകൾ വരുന്നതോടൊപ്പം തന്നെ വികേന്ദ്രീകൃത പ്ലാന്റുകളും വരുന്നുണ്ട്. കേരളത്തിന് രണ്ടും ആവശ്യമാണ്. ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാട്. എന്നാൽ ചില വലിയ നഗരങ്ങളിലൊക്കെ ആകുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം മാത്രം മതിയാവില്ല, വൻകിട പ്ലാന്റ് വേണ്ടി വരും. ബ്രഹ്മപുരത്തിന് ശേഷം നമ്മൾ കൊച്ചിയിൽ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. ഈ മാർച്ചിൽ അത് ഉദ്ഘാടനം ചെയ്യാറായി. പ്രതിദിനം 180 ടൺ ജൈവമാലിന്യം കംപ്രസ് ബയോഗ്യാസാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റ് കേരളത്തിൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് തെളിയിച്ച ഒരു അനുഭവമാണിത്. LSGD ജോയിന്റ് ഡയറക്ടർ MK ഉഷ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ്, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനരാജ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.